ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഉണ്ടാക്കാൻ ഇപ്പോൾ വീട്ടിലുള്ളത് കുറച്ച് ബേബി പൊട്ടാറ്റോസാണ്, പിന്നെ കുറച്ച് ചോളവുമാണ്. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു സ്നാക്കാണ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. എന്തായാലും ഒരു ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത് എന്തായാലും ചോളമായാലും നല്ലൊരു എനർജി ബൂസ്റ്ററാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വിചാരിക്കണം. അപ്പോൾ ബേബി പൊട്ടാറ്റോ ഞാൻ ആവിയിൽ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തൊലി കളയാണ്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ബേബി പൊട്ടാറ്റോസ് ഒരേ അളവിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുള്ളത്. പൊട്ടാറ്റോസ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റീം ചെയ്യുന്നതിനാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ വെള്ളത്തിൽ ബോയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ അതിൻ്റെ വൈറ്റമിൻസൊക്കെ അതിനകത്ത് ഡൈലൂട്ടായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റീം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് അത് സ്റ്റീമാവുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് ചോളം വേവിച്ച് കഴിഞ്ഞതാണ്. അപ്പം വേവിച്ച ചോളം നമ്മൾ എന്താ ചെയ്യുക, നമുക്കത് എടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, വീഡിയോയിൽ കാണിക്കുന്ന മാതിരി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. അപ്പം അത് ആദ്യമൊക്കെ കുറച്ചൊരു കഷ്ടപ്പാടായിരുന്നു. പിന്നെ അത് ചെയ്തൊരു 3 ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്ത് ലാസ്റ്റത്തെ ചോളാകുമ്പോഴത്തേക്ക് ഒരുവിധം നല്ലൊരു എക്സ്പെർട്ടാവുന്ന വിധത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ചോളം ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ പേസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ടും മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാ മസാലകളും എല്ലാം ചേരുവകളെല്ലാം കൂട്ടിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് ചെയ്യാം. ഞാൻ ആദ്യമായി ചോളം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോസ് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കമൻസ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇമോജി ഇട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ മിക്സാണ്. അതിനകത്തേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റീം ചെയ്ത പൊട്ടറ്റോ പേസ്റ്റ് ആക്കിയത്. ഞാൻ തൊലി കളയാണ്ടെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൊലിയിലാണ് അധികം ഫൈബർ ഉള്ളത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ബെനിഫിറ്റോടുകൂടി കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ എപ്പോഴും നോക്കുക. അപ്പോൾ അതേപോലെ 3 കോൺ പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി കടലപ്പൊടി ഒരു 6 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇവിടെ കല്ലുപ്പായത് കാരണം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ്, ആ വെള്ളമാണ് ഞാൻ ഉപ്പിന് അടിച്ച് ചേർക്കുന്നത്. അപ്പോൾ അത് കുറച്ചൊരു ഗ്രേവി കുറച്ചൊരു ലൂസായിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺ പൗഡറും പിന്നെ കടലമാവും ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത്, പിന്നെ കുറച്ച് മുളക്, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ചിക്കൻ മസാലയോ ഗരം മസാലയോ ആസ് പെർ യുവർ വിഷ് ആഡ് ചെയ്യുക. പിന്നെ നമുക്കിങ്ങനെ ചില ആൾക്കാർക്ക് മുളക് കടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ മുളകിൻ്റെ എരിവ് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ചെറിയ ചില്ലീസ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, സ്പൈസിനെസ്സിന് വേണ്ടിയിട്ട്. അല്ലെങ്കിലും പെപ്പർ ഇടുന്നതുകൊണ്ട് കുറച്ച് സ്പൈസി ഉണ്ടാവും, എന്നാലും ജസ്റ്റ് ചിലപ്പോൾ ചിലർക്ക് ഈ ചില്ലീൻ്റെ ഒരു ക്രഞ്ച്നെസ് അത് എനിക്കിഷ്ടമാണ്. അപ്പം അത് ഞാനിവിടെ ബോളിൻ്റെ ഷേപ്പാക്കിയിട്ട് ജസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബോളിൻ്റെ ഷേപ്പാക്കുന്ന സമയത്ത് എണ്ണ എടുക്കുന്നതിന് പകരം ഒരു ബൗളിൽ വെള്ളം എടുത്താൽ നമുക്ക് കൈ ജസ്റ്റ് അതിൽ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ബൗളാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ സ്റ്റിക്ക് ആവാണ്ട് നമുക്ക് ആക്കാം. അതിൻ്റെ ഇടയ്ക്ക് ബ്രെഡ് ക്രംസ് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഒരു ചെറിയൊരു 1/4 കപ്പ് പാല് ജസ്റ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഇങ്ങനെ ഒരു ബൗളിലെടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ എന്നാൽ ആ സ്റ്റിക്കിനെസ് കുറച്ചൊന്നും നമ്മളെ കയ്യിൽ ഒട്ടുന്നത് കുറയും, ആദ്യമേ ഇങ്ങനെ ജസ്റ്റ് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ബൗളാക്കിയിട്ട് എല്ലാ ഇതും ഞാൻ ബൗളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആണ് ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നത്, ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമേ നമ്മൾ പോയിട്ട് അത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ മൊത്തമായി, പിന്നെ അത് ഒരു ബോളിൻ്റെ മുകളിലായി, അങ്ങനെ ഒരു സ്റ്റിക്കിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്ത് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാൻ കുറച്ച് ബൗൾസ് അതിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ചീസ് ഫില്ല് ചെയ്തിട്ട് അതേ സെയിം ബാറ്റർ തന്നെ കുറച്ച് ചീസ് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഉന്നക്കായുടെയൊക്കെ ഷേപ്പിൽ ഉണ്ടാക്കണം. കാരണം ചീസ് ഇട്ടത് കുട്ടികൾക്ക് കുറച്ചുകൂടി ഇഷ്ടമാവും. അപ്പം അത് ഞാൻ കുറച്ച് ബൗളുള്ളത് വലിയ ആൾക്കാർക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ളതും, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് ചെറിയൊരു മോസറല്ല ചീസ് ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് അത് ഒരു ഉന്നക്കായൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം നമ്മൾ വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹാൻഡ് അങ്ങനെ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിക്കിനെസ് കുറേയൊക്കെ കുറഞ്ഞു കിട്ടും. മറ്റേ നമ്മുടെ കയ്യിലായി പിന്നെ അത് പിന്നെയും നമ്മൾ അതുകൊണ്ട് ഉരുളുന്നതിന് പകരം നമുക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ ഒട്ടാണ്ട് തന്നെ നമുക്ക് ഒരു ബാറ്ററുകൾ ഇങ്ങനെ ഷേപ്പിലാക്കി എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മറ്റേത് നമ്മൾ എണ്ണ കയ്യിലെടുക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രം എടുക്കാനോ സ്പൂൺ എടുക്കാനോ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഞാനൊരു 2-3 അങ്ങനെ ഉന്നക്കായുടെ ഷേപ്പിൽ ചീസ് ഫില്ല് ചെയ്തിട്ടും ആക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓൺ വോയിസ് ഇങ്ങനെ കൊടുക്കുന്നത് ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ. എനിക്ക് വലിയ ഒരു പരിചയമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വളർത്തുന്ന കുട്ടികൾക്ക് ഈ കോണ് ഈ പൊട്ടാറ്റോ എന്നൊക്കെ പറയുന്നത് നല്ലൊരു എനർജി ബൂസ്റ്റർ മാതിരിയാണ്. അപ്പോൾ അത് നല്ലതായിരിക്കും കോണൊക്കെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ചെറുതിലേ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഉന്നക്കായുടെ ഷേപ്പിലാക്കിയത് നമ്മളത് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബൗളിലിട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൗണ്ട് ചെയ്ത് മീൻസ് അത് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ഫുള്ള് ആ ഒരു ഉന്നക്കായൻ്റെ ഷേപ്പിൽ കവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമ്മുടെ ഒന്ന് റീഷേപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് റീഷേപ്പ് ചെയ്തിട്ട് അത് പൊരിക്കാൻ പാകത്തിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതേപോലെ 2-3 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിത് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉന്നക്കായൻ്റെ പാകത്തിന് നമ്മൾ ഷേപ്പാക്കി വെച്ചു. ഈ ഉണ്ടയും കൂടെ ഉണ്ട്. ഇനി നമ്മൾ പൊരിക്കാം. അപ്പം എണ്ണ ചൂടായതാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. കുറച്ചൊരു 3 to 4 മിനിറ്റ്സ് അല്ലെങ്കിൽ 4.5 മിനിറ്റ് എന്തായാലും സിമ്മിൽ വെച്ച് പൊരിക്കണം നമ്മൾ. കാരണം അതിൻ്റെ ഉള്ളിൽ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് പൊരിയുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊരു ബ്രൗൺ കളറായിട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ഉള്ളിൽ അതിൻ്റെ അന്നേരം വേവുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു 3 to 3.5 മിനിറ്റ്സെങ്കിലും അറ്റ്ലീസ്റ്റ് സിമ്മിൽ ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലാണ് നന്നാവുക. നല്ലൊരു മുരുമുരുപ്പോട് കൂടിയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ ബ്രൗണിഷൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഇങ്ങനെ പോർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് ക്രംസ് കുറച്ചും കൂടി ഒരു ക്രിസ്പിനെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നോർമലി ഐറ്റം ഉണ്ടാകുന്ന സമയത്ത് ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചെയ്യാണ് പതിവ്. അതാകുമ്പോൾ കുറച്ചൊരു സോഫ്റ്റായിരിക്കും ഉണ്ടാവുക. ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇതാണ്ട് നല്ല നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനത് മാറ്റി വെക്കണം. അപ്പോൾ ബാക്കി കൂടി പൊരിക്കുകയാണ്. ഇനി ഒരു ഉന്നക്കായൻ്റെ ഷേപ്പുള്ളത് അത് പൊരിക്കാനിട്ടിട്ടുണ്ട്. അതും ഇതേപോലത്തെ ഇതിനെക്കാട്ടി മേ ബി ഒരു 4-4.5 മിനിറ്റ് ഇത് അതിനെക്കാട്ടി അതേ ക്വാണ്ടിറ്റിയാണ്. ബട്ട് ഉള്ളിൽ ചീസൊക്കെ ഉള്ളതുകൊണ്ടും അതൊന്നും അത്രയും ടൈം എടുത്ത് സ്ലിമ്മിൽ പൊരിക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഇതും വേഗം പൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ചീസി ആയിട്ട് കാണും നല്ലൊരു ഫുഡ് നല്ലൊരു ഐറ്റമാണ്. കാണുമ്പോൾ നമുക്ക് നല്ലൊരു സ്നാക്കാണ്. അതേപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയുള്ളൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചീസുള്ള കാരണം നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ അവരൊക്കെ കളിച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഇതിൻ്റെ നല്ല സൗണ്ട് മുരിഞ്ഞ കടകട സൗണ്ട് ഇതിൻ്റെ കേൾക്കുമ്പോൾ. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്ത് നോക്കുക. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് ഷുവറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് നല്ല ക്രിസ്പിയാണ്.
നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഡീപ്പിൽ ഇത് വേവണമെങ്കിൽ നമ്മൾ കുറച്ചൊരു ടൈം എടുത്ത് സ്ലിമ്മിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്താലുള്ള നമുക്കത് ഫ്രൈ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ തന്നെ പരിപ്പ് വടേൻ്റെയൊക്കെ ഷേപ്പിൽ പരത്തിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടി വരും. ഇത് കണ്ടോ ചീസ് ഇങ്ങനെ വലിഞ്ഞിട്ട് കണ്ടില്ലേ, കുട്ടികൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഈ ചീസ് ഇങ്ങനെ വലിഞ്ഞ് കാണുമ്പോൾ ഒക്കെ നല്ല എന്താ പറയുക, അവർക്ക് ഭയങ്കര തിന്നാനൊക്കെ നല്ലൊരു ഇഷ്ടമായിരിക്കും ഇങ്ങനെ കാണുന്ന സമയത്ത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടേസ്റ്റായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. കമൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോജി ആയിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.